പരിശുദ്ധ സഭ ആകമാനം ഒരു വലിയ യാത്രയിലാണ്. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. പരിശുദ്ധ 50 നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. നോമ്പ് എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് ലെൻറ്റ് എന്നാണ്. ലെൻറ്റ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു ഓൾഡ് ജർമാനിക് വേർഡിൽ നിന്നാണ്, ലെങ്ടൺ എന്ന വാക്കിൽ നിന്ന്. ആ വാക്കിൻ്റെ അർത്ഥം സ്പ്രിംഗ് ടൈം എന്നാണ്, വസന്തകാലം. നോമ്പും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വസന്തകാലമാണ്. വസന്തകാലത്തിന് അനേകം പ്രത്യേകതകളുണ്ടല്ലേ. നിറയെ പൂക്കളുള്ള, അല്ലെങ്കിൽ നമ്മൾ സാധാരണ 1-2 പൂക്കൾ അവിടെയും ഇവിടെയും കാണുമ്പോൾ വസന്തകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടവും ഒരുമിച്ച് പൂത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം. നോമ്പും ഒരുമിച്ച് ചേർന്ന് പൂക്കുവാനുള്ള, നമ്മളിലെ നന്മകളെ പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കാലഘട്ടം. വസന്തകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 കാലഘട്ടങ്ങളുടെ ഇടയിലാണതുള്ളത്. ശൈത്യത്തിൻ്റെ കൊടും തണുപ്പിൽ നിന്ന് വേനലിൻ്റെ ചൂടിലേക്കുള്ള യാത്രയുടെ കാലഘട്ടമാണ് വസന്തകാലം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് നയിക്കുന്നു. അപ്രകാരം പരിശുദ്ധ നോമ്പും നമ്മുടെയൊക്കെ മനസ്സിനെ ഇതുവരെ ആയിരുന്ന ഇടങ്ങളിൽ നിന്ന് മറ്റൊരിടത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീരട്ടെ. വസന്തകാലത്തെ പോലെ പ്രകൃതിയിൽ പൂക്കൾ വിരിയുകയും മഞ്ഞുരുകി പുനരുജ്ജീവനം സംഭവിക്കുകയും ചെയ്യുന്നത് പോലെ ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് ഒരു പുതുവഴി തേടുന്ന യാത്രയായി നമ്മുടെ ഈ നോമ്പുകാലം മാറ്റപ്പെടട്ടെ എന്ന് മുന്നമേ തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ നോമ്പിൻ്റെ കാലഘട്ടവും ഓരോ പ്രയാണമാണ്. ജനനമെന്ന സന്തോഷത്തിൽ നിന്ന് അതിവ്രത വിശുദ്ധിയുടെ കഷ്ടാനുഭവത്തിങ്കിലേക്കുള്ള ഒരു പ്രയാണം. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതവും ഇതുപോലെ ഒരു പ്രയാണം തന്നെയല്ലേ. ഇസ്രായേൽ ജനതയുടെ മരുഭൂയാത്ര പോലെയുള്ള ഒരു പ്രയാണം. നോമ്പിൻ്റെ ഈ കാലഘട്ടം ഒരു യാത്രയായി കണക്കാക്കുകയാണെങ്കിൽ, ആ യാത്രയിൽ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്കൊരു വഴി ആവശ്യമാണ്. വി നീഡ് എ വേ, വി നീഡ് എ പാത്ത്. പ്രതിസന്ധികളിലും പ്രതികൂലതകളിലും ആകുലതകളിലും നൊമ്പരങ്ങളിലുമായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ക്രിസ്തു നൽകിയ സുവിശേഷവും ആശ്വാസവചനവും വിശുദ്ധ സത്യവേദ പുസ്തകം നമുക്ക് മുൻപിൽ സാക്ഷിക്കുന്നത് എന്താണ്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. നോമ്പെന്ന പ്രയാണത്തിൻ്റെ വഴി ഏതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു തൻ്റെ ജനതയോട് അരുളി ചെയ്യുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഈ സന്ധ്യാകാലം വിശുദ്ധ സത്യവേദ പുസ്തകം നമുക്ക് മുൻപിൽ നൽകിയിരിക്കുന്ന ചില പാതയെക്കുറിച്ചും അതിലൂടെ നടന്നവരുടെ ചില പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് അല്പസമയമൊന്ന് ചിന്തിക്കാം. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു ജനതയെ ദൈവം വഴി നടത്തിയ ജനതയായി, ദൈവത്തിൻ്റെ സ്വന്തം ജനതയായി വിശേഷിപ്പിക്കുന്നുണ്ട്. ഏത് ജനതയാണത്? ഇസ്രായേൽ ജനത. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും യഹോവയായ ദൈവം അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെ തൻ്റെ പ്രവാചകന്മാരുടെ ശബ്ദത്തിലൂടെ, അരുളപ്പാടുകളിലൂടെ, പ്രവാചക ശബ്ദത്തിലൂടെ തൻ്റെ ജനതയ്ക്ക്
പകർന്നു നൽകിയിട്ടുണ്ട്. അപ്രകാരം വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരാളായ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം. വിലാപത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇരമ്യ പ്രവാചകൻ. ശക്തമായ ഭാഷയിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ തിരിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തന്റെ ജനതയോട് അരുളി ചെയ്യുന്ന ഒരു പ്രവാചക ശബ്ദമാണ് ഇരമ്യ പ്രവാചകനിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനുതാപത്തിലൂടെ തിരിച്ചു വന്നില്ല എങ്കിൽ ആ ജനതയ്ക്കുണ്ടാകാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഇരമ്യ പ്രവാചകൻ തന്റെ പ്രവാചക ശബ്ദത്തിലൂടെ പറയുന്നുണ്ട്. പരിശുദ്ധ നോമ്പും അനുതാപത്തോട് ചേർത്ത് വെക്കപ്പെടുന്ന ഒന്ന് തന്നെയല്ലേ? നമ്മുടെ ആരാധനാ ഗീതത്തിൽ നാം ചൊല്ലുന്ന ഒരു ഗീതമുണ്ടല്ലോ, നീ അനുതാപത്തിൻ ചിത്രമതെഴുതാൻ നോക്കുന്നെങ്കിൽ വർണ്ണച്ചായം പൂശിടേണ്ട കണ്ണുനീരേകൂ. അനുതാപത്തിന്റെ ഒരു ചിത്രം നമ്മൾ വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു വർണ്ണച്ചായവും ഒരു നിറവും അതിന് ചേരില്ല. അനുതാപത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം എന്ന് പറയുന്നത് കണ്ണുനീരാണ് എന്ന് ഇരമ്യ പ്രവാചകനും തന്റെ ജനതയോട് ഇത് തന്നെയാണ് അരുളി ചെയ്യുന്നത്. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ പ്രവാചക ശബ്ദത്തിലൂടെ യഹോവയായ ദൈവം തന്റെ ജനതയോട് പറയുന്ന ഒരു വഴിയുണ്ട്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. വാക്യം ഇപ്രകാരമാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിപ്പീൻ, അതിൽ നടക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. എങ്ങോട്ടുള്ള വഴിയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. നിങ്ങൾ നല്ല വഴി ഏതെന്ന് ആരോട് ചോദിക്കണമെന്നാണ് പ്രവാചകൻ പറയുന്നത്? പഴയ പാതകളോട് ചോദിക്കുക. 2 വാക്കുകൾ ഇവിടെ തരുന്നുണ്ട്, വഴിയും പാതയും. ഒരുപക്ഷെ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പര്യായ പദങ്ങൾ പഠിക്കുമ്പോൾ ഒന്നിന്റെ പര്യായമായി, വഴിയുടെ പര്യായമായി പാതയും നമ്മൾ പറഞ്ഞു പഠിക്കാറുണ്ട്. എന്നാൽ ലോകത്തുള്ള ഒരുമാതിരി എല്ലാ ഭാഷകളിലും ഈ 2 പദങ്ങളും 2 അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോഴും പാത എന്ന വാക്ക് തന്നെ സംസ്കൃതത്തിലേക്ക് വന്നത് പാത്ത് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മൂലഭാഷയിൽ നിന്നാണ്. പാത എന്ന പദത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ് പാത്ത്. അതുപോലെ വഴി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? വേ എന്നാണ്. പാത്തും വേയും ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പാതയും വഴിയും തമ്മിൽ? പാത്ത് അഥവാ പാത എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നാണ്. കൃത്യമായ ഒരു ദിശയോടുകൂടി ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നതാണ് പാത എന്ന് പറയുന്നത്. എന്നാൽ വഴി അഥവാ വേ എന്ന് പറയുന്നത് അതൊരു ജനറലൈസ്ഡ് ടേമാണ്. അത് പലതുണ്ടാകാം, വഴികൾ പലതായി തിരിഞ്ഞു പോകാം, ചിലയിടത്ത് ചെല്ലുമ്പോൾ വഴികൾ ഒന്നായി തീരാം, പല സ്ഥലങ്ങളിലും അത് വേർപിരിഞ്ഞു പോയേക്കാം. എന്നാൽ പാത എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ, ഒറ്റ ലക്ഷ്യത്തിലേക്ക് നോക്കിയുള്ളതാണ് പാത അഥവാ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പുരാതന പാതകളോട് അഥവാ പഴയ പാതകളോട് ചോദിക്കുവീൻ. ഏതാണ് പുരാതന പാതകൾ? പുരാതന പാതകളിലൂടെ നടന്ന് നല്ല വഴിയെ തിരിച്ചറിഞ്ഞ
അനേകർ നമുക്ക് മുൻപേ കടന്നുപോയിട്ടില്ലേ? പെരുവഴികളിലൂടെ അനേകർ സഞ്ചരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ചെറിയ പാതകളിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എന്താണ് ഈ പുരാതന പാത അഥവാ പഴയ പാത എന്ന് പറയുന്നത്? പിതാക്കന്മാരുടെ കാലഘട്ടം മുതലേ, ആദിമ നൂറ്റാണ്ട് മുതലേ പിതാക്കന്മാർ നടന്നു തീർത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയതാണ് പാത എന്ന് പറയുന്നത്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും പോലെയുള്ള പഴയ നിയമ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള പിതാക്കന്മാരും സഭയുടെ ഏർലി ചർച്ച് ഫാദേഴ്സ് ഉൾപ്പെടെ ഈ കാലഘട്ടം വരെ എത്തി നിൽക്കുന്ന പിതാക്കന്മാരെല്ലാം സഞ്ചരിച്ച പാതയാണ് പുരാതന പാത. നമ്മുടെ കൂടെയും ജീവിച്ച് മൺമറഞ്ഞു പോയ അനേകർ ഈ പുരാതന പാതകളിലൂടെ സഞ്ചരിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ പാതയിൽ നിന്ന് പല വഴികളിലേക്ക് തിരിഞ്ഞു പോയവരും ഉണ്ടായേക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഇത് ഒരു യാത്രയാണ്. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? നമ്മുടെ നാഥന്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ ജീവിതവും, സ്വർഗീയ കനാനിലേക്കുള്ള ഒരു യാത്ര. ഇപ്രകാരം പുരാതന പാതകളിൽ നടന്ന് ദൈവത്തോട് ചേർന്നവരെ നമുക്കറിയാം. അവരുടെ പാതകൾക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. പുരാതന പാതകളിലൂടെ നടന്ന പിതാക്കന്മാരുടെ ആ പാതകളുടെ ചില പ്രത്യേകതകളെ കുറിച്ച് അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, അത് ന്യായപ്രമാണത്തിന്റെയും തിരുവചനത്തിന്റെയും വിളക്ക് തെളിയിച്ചവർ നടന്ന പാതകളായിരുന്നു. ന്യായപ്രമാണത്തിന്റെയും തിരുവചനത്തിന്റെയും വിളക്ക് തെളിയിച്ചവർ നടന്ന പാതകളായിരുന്നു. അവരുടെ പാതകളുടെ വിളക്ക് എന്ന് പറയുന്നത് ദൈവവചനം തന്നെയായിരുന്നു. അതും വിശുദ്ധ സത്യവേദ പുസ്തകം എനിക്കും നിങ്ങൾക്കും മുൻപിൽ സാക്ഷിക്കുന്നില്ലേ? സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം നമ്മൾ എപ്പോഴും ഉരുവിടുന്ന ഒരു വേദഭാഗമാണിത്. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പുരാതന വഴികളിലൂടെ പിതാക്കന്മാർ നടന്നു നീങ്ങിയപ്പോൾ അവരുടെ കാലിന് വിളക്കായിരുന്നത് എന്തായിരുന്നു? അവരുടെ പാതയുടെ ഒന്നാമത്തെ പ്രത്യേകതയും അത് തന്നെയാണ്. അവരുടെ പാതയുടെ വിളക്ക് മാറ്റമില്ലാത്ത ദൈവ വചനവും ന്യായപ്രമാണത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമായിരുന്നു. വീണ്ടും ഇതേ 119 സങ്കീർത്തനത്തിന്റെ 89 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. മാറ്റമില്ലാത്ത ഒരു വചനത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഉൾക്കൊള്ളുകൊണ്ട് പരിശുദ്ധമായി നോമ്പെന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമ്മുടെ പാതയുടെ വിളക്കായി പിതാക്കന്മാരെ പോലെ നമുക്കും ദൈവവചനത്തെ ആഴത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഡു വി നോ ദ വേർഡ് ഓഫ് ഗോഡ്? നമുക്ക് ദൈവത്തിന്റെ വചനത്തെ അറിയാമോ? ഡു വി സ്ട്രഗിൾ ടു പ്രേ? നമ്മൾ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാറുണ്ടോ? ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിട്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എഴുതി തയ്യാറാക്കിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഒന്നിച്ചു ചേരുമ്പോൾ നമ്മളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ എടുത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ ദൈവവചനത്തെ ആഴത്തിൽ അറിയാതെ പോകുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്താറില്ലേ? പാതകളിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ, നമ്മൾ നടക്കുന്ന വഴികളിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ആഴത്തിൽ അറിയുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണം.
വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ അനുദിനം വായിക്കുക എന്ന് മാത്രമല്ല, വചനത്തെ അറിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയാലും, ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? അവിടെയാണ് യഥാർത്ഥമായ ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഓടി ചെന്നേക്കാം. നമ്മുടെ സന്തോഷങ്ങളുടെ നടുവിൽ ദൈവത്തിന് സ്തുതി പാടുന്ന ഒരു നാവ് മറിയാമിനെ പോലെ നമുക്കുണ്ടോ? എന്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും നിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുവാൻ തക്കവണ്ണം എന്റെ ജീവനെ നീ ഭൂമിയിൽ നിലനിർത്തിയെങ്കിൽ നിനക്ക് നന്ദി എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ വായികളെ മാറ്റണമെങ്കിൽ അതിന് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിന്റെ ഏതൊരു തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൈവമാണ് എൻ്റെയും ദൈവമെന്ന വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തലമുറകൾക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അപ്രകാരം സാധിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ അറിയണം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു 2-3 സർജറിയൊക്കെ കഴിഞ്ഞിട്ടും രോഗം കണ്ടുപിടിക്കാതിരുന്ന അവസ്ഥയിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ ഡോക്ടർ റെഫർ ചെയ്തു. അങ്ങനെ നമുക്കറിയാം, ഇവിടെ നിന്ന് വെല്ലൂരിലേക്ക് പോകുമ്പോഴേ നമ്മുടെ ഉള്ളിലൊരു വലിയ തീയാണ്, എന്താണ് ഇനി സംഭവിക്കാൻ പോവുക. അങ്ങനെ ഞങ്ങൾ വെല്ലൂരിൽ ചെന്നു. പരിശുദ്ധ സഭയുടെ അഭിമാന പ്രസ്ഥാനങ്ങളിൽ ഒന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ താമസിച്ച് അവിടുത്തെ ബ്രദർ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു. കുറേ അധികം ടെസ്റ്റുകൾക്ക് എഴുതി തന്നു. അങ്ങനെ MRI മാമോഗ്രാം ചെയ്യുവാൻ വേണ്ടി MRI സ്കാനിങ് റൂമിൻ്റെ മുൻപിൽ ഞങ്ങളുടെ ഉഴവും കാത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു യുവാവിനെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് വന്നു. ഈ യുവാവിൻ്റെ തല മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കൂടെ വന്ന ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ബ്രദറെ എന്തു പറ്റിയതാ? ആ യുവാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പം ഈ ബ്രദർ പറഞ്ഞു, കൊച്ചമ്മേ, അവർ നോർത്ത് ഇന്ത്യക്കാരാണ്, അവിടെ വെച്ച് എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചു, തലയ്ക്കുള്ളിലാണ് പ്രശ്നം, കോമ സ്റ്റേജിലാണ് യുവാവ്, അബോധാവസ്ഥയിലാണ്, അവൻ്റെ തലയോട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, തലയുടെ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഞങ്ങൾ അവിടെ കാണുകയുണ്ടായി. ഈ യുവാവ് ഏകദേശം ഒരു 23 വയസ്സ് മാത്രം പ്രായം തോന്നുന്ന ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലത്തിലൂടെ ഇനി എന്തെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന യാതൊരു ഉറപ്പുമില്ലാതെ കിടക്കുന്ന ആ പൂർണ്ണ അബോധ അവസ്ഥയിൽ കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ അമ്മയുടെ കയ്യിൽ ഒരു ഹോളി ബൈബിൾ ഉണ്ടായിരുന്നു, ഒരു സത്യവേദ പുസ്തകം, ഒരു ഇംഗ്ലീഷ് ബൈബിൾ. ഈ അമ്മ ഈ മകൻ്റെ അടുത്ത് നിന്ന് ഈ വിശുദ്ധ സത്യവേദ പുസ്തകം ഇങ്ങനെ തുറന്ന് അതിലെ വചനങ്ങൾ പയ്യെ വായിക്കുന്നുണ്ട്. എന്നിട്ട് ചില വചനങ്ങൾ വരുമ്പോൾ ഈ അമ്മയൊന്ന് കുനിയും, തൻ്റെ മകൻ്റെ ചെവിയിലേക്ക് ആ വചനങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റുചൊല്ലും. എന്നിട്ട് വീണ്ടും നിവരും, വീണ്ടും ഇത് വായിക്കും, ഇടയ്ക്കൊന്ന് കുനിയും, ചില വചനങ്ങൾ തൻ്റെ മകൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ചൊല്ലിക്കൊടുക്കുന്നത് കാണുവാൻ സാധിച്ചു. ആ മകൻ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്ന അമ്മയ്ക്ക് യാതൊരു ഉറപ്പുമില്ല. ആ മകൻ ഈ അമ്മ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പോലും ഒരു ധാരണയുമില്ല. അങ്ങനെ ഒരു മകന്റെ ചെവിയിലേക്ക് ദൈവത്തിന്റെ വചനത്തെ ആ അമ്മ പകർന്നു നൽകണമെങ്കിൽ ആ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി എത്രയോ വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ചെക്കപ്പിനായി ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ, അന്നൊരു യുവാവുണ്ടായിരുന്നല്ലോ, ഒരു ആക്സിഡന്റ് പറ്റിയത്, എങ്ങനെയുണ്ട് ഇപ്പോൾ?
ഇപ്പോൾ ആ ബ്രദർ ഞങ്ങളോട് പറഞ്ഞു, കൊച്ചമ്മേ അത്ഭുതമെന്ന് പറയട്ടെ, 3 ദിവസം മുൻപ്, ഞങ്ങൾ ചെന്നതിൻ്റെ 3 ദിവസം മുൻപ് ആ യുവാവ് കണ്ണു തുറന്നു, അമ്മയെ നോക്കി, അമ്മയെ തിരിച്ചറിഞ്ഞു, കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ഞാൻ പറഞ്ഞു, ബ്രദറെ, അത് അത്ഭുതമല്ല, മറിച്ച് ആ അമ്മ തന്റെ ദൈവത്തിൽ നിന്ന് തന്റെ മകന്റെ ജീവിതത്തെ ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ മകന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ദൈവം അറിയാതെ സംഭവിക്കുകയില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ വചനത്തെ ആ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആ മകന്റെ ചെവിയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചുവെങ്കിൽ അതല്ലേ യഥാർത്ഥമായ ദൈവ വചനത്തിന്റെ ആഴമുള്ള മർമ്മങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഇപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും നടുവിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിന്റെയും തിരുവചനത്തിന്റെയും വിളക്കിനെ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ പിതാക്കന്മാർ നടന്ന പുരാതന വഴികളിലൂടെ, പുരാതന പാതയിലൂടെ നടക്കുവാനായി തിരുവചനം എന്ന വിളക്കിനെ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ഏന്തുവാൻ നമുക്കും സാധിക്കണം. അവിടെയാണ് യഥാർത്ഥമായ ദൈവ മർമ്മത്തെ തിരിച്ചറിയുന്നത്. രണ്ടാമതായി, പിതാക്കന്മാർ സഞ്ചരിച്ച പുരാതന പാതയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സഭയെ സ്നേഹിച്ച് ആരാധനയുടെ പാഥേയം സൂക്ഷിച്ചവർ നടന്ന വഴികളായിരുന്നു അത്. സഭയെ സ്നേഹിച്ച് ആരാധനയുടെ പാഥേയം സൂക്ഷിച്ചവർ നടന്ന വഴികളായിരുന്നു അത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. വാക്യം ഇപ്രകാരമാണ്: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. പരസ്പരമുള്ള കൂട്ടായ്മയിലൂടെ ഓരോ കുടുംബങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ സഭയുടെ മനോഹാരിതയെ വർദ്ധിപ്പിക്കുവാനായി പ്രബോധനങ്ങളെ ഉൾക്കൊള്ളുവാൻ, പ്രബോധനം എന്ന് പറയുന്നത് വചന ശുശ്രൂഷ മാത്രമല്ല, നിങ്ങൾ തമ്മിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നതെല്ലാം പ്രബോധനമാകുന്നു. പരസ്പരം പ്രബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ കൂടെ കൂട്ടുവാൻ, ദൈവത്തിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ വഴി യാത്രകളിൽ, നമ്മുടെ പാതയിലെ പാഥേയമായി, പൊതിച്ചോറായി ആരാധനയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് മറ്റുള്ളവരെ കൂടി നമ്മോട് ചേർക്കുവാനായിട്ട് സാധിക്കാറുണ്ടോ? പുരാതന വഴികളിലൂടെ നടന്ന പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ സൗകുമാര്യതയും അത് തന്നെയല്ലായിരുന്നുവോ? നമ്മുടെ ആരാധനയുടെ അവസാനം നൽകുന്ന ഒരു ആശീർവാദമുണ്ടല്ലോ, സേലൂൻ ബെസ്ലോമോ. ആ ആശീർവാദത്തിൽ പറയുന്നത് എന്താണ്? ഈ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളോടും വഴി ആഹാരങ്ങളോടും കൂടെ. വിശുദ്ധ കുർബാനയിലൂടെ, ആരാധനയിലൂടെ, പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്ന് നമുക്ക് പകർന്നു ലഭിച്ച വഴി ആഹാരമാണ് നമ്മുടെ പാതയിൽ ഊർജമായി നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. ആ വഴി ആഹാരങ്ങളോടും കൂടെയാണ് നമ്മൾ സമാധാനത്താലേ പോകുവീൻ. നമ്മുടെ പാതയിൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴി ആഹാരമായി, നമ്മുടെ പാഥേയമായി, പൊതിച്ചോറായി നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് എന്താണ്? നമ്മുടെ ആരാധനയാണ്. പ്രബോധനങ്ങളെ ഉൾക്കൊള്ളുവാൻ, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിക്കുവാൻ
പിതാക്കന്മാരെ പോലെ നമുക്കും സാധിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ പിതാക്കന്മാരുടെ വഴികളിലെ പാഥേയങ്ങൾ പൊതിച്ചോറുകളായത് എന്തൊക്കെയായിരുന്നു? ആരാധന, നോമ്പനുഷ്ഠാനങ്ങളും നേർച്ച കാഴ്ചകളുമല്ലായിരുന്നു. നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സുന്ദരമായ ജീവിത അനുഭവങ്ങളില്ലേ? എന്റെയും നിങ്ങളുടെയും ബാല്യകാല ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. എന്നെയും നിങ്ങളെയും ആദ്യമായി ദേവാലയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരപ്പച്ചനും ഒരമ്മച്ചിയും ഇല്ലായിരുന്നു? ആ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും രാത്രിയുടെ യാമങ്ങളിലെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയല്ലേ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും എന്ന് പറയുന്നത്? അത് അവരുടെ ജീവിതത്തിൽ ഒരുപാടൊന്നും ഉണ്ടായിരുന്നിട്ടല്ലല്ലോ. ഇല്ലായ്മകളുടെ നടുവിലും ദൈവത്തിങ്കിലേക്കുള്ള യാത്രകളെ അവർ ഒരിക്കലും ഒഴിവാക്കിയിരുന്നില്ല. ഇല്ലായ്മകളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവത്തിന് മുമ്പിൽ നേർച്ച നേർന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരുടെ തലമുറയല്ലായിരുന്നു അത്? നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒരുപാടൊന്നും ഇല്ലായിരുന്നെങ്കിലും ഉള്ളതിൽ നിന്ന് ദശാംശങ്ങളെ ദൈവത്തിങ്കിലേക്ക് മാറ്റിവെച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ അവർ വാങ്ങിയിട്ടില്ലേ? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പഴയ കാലങ്ങളിലൊക്കെ ഒരു കോഴി മുട്ടയിട്ട് തുടങ്ങിയാൽ ആദ്യത്തെ കുറച്ച് മുട്ട ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. പശു പ്രസവിച്ചാൽ ആദ്യത്തെ ഒരു കുപ്പി ഏറ്റവും നല്ല പാല് ദേവാലയത്തിനുള്ളതായിരുന്നു. കൊപ്രയാട്ടി വെളിച്ചെണ്ണയാക്കിയാൽ ആദ്യത്തെ ഒരു കുപ്പി വെളിച്ചെണ്ണ ദേവാലയത്തിലെ നിലവിളക്കിൽ ഒഴിക്കാതെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ആവശ്യത്തിന് എടുക്കുവാൻ നമ്മുടെ അപ്പന്മാരോ അമ്മമാരോ നമ്മളെ സമ്മതിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ അപ്പന്മാർക്കും അമ്മമാർക്കും ഒരുപാടൊന്നും ഉണ്ടായിരുന്നിട്ടല്ലല്ലോ. ഇല്ലായ്മകളുടെ നടുവിലും ഉള്ളതിൽ നിന്ന് ദശാംശങ്ങളെ ദൈവത്തിങ്കിലേക്ക് മാറ്റിവെച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയല്ലായിരുന്നോ അത്? ആ തലമുറയുടെ പുരാതന പാതകളിൽ അവർക്ക് വെളിച്ചമായത് ഈ നേർച്ചകളും കാഴ്ചകളും ദശാംശങ്ങളും വഴിപാടുകളും നോമ്പനുഷ്ഠാനങ്ങളുമല്ലേ? നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ എല്ലാം നടുവിൽ നേർച്ച നേരുന്ന ഒരു അനുഭവം നമ്മുടെ പിതാക്കന്മാർക്കില്ലായിരുന്നു. നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടെ ഒരു പാമ്പഴഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. അവർ പറയും തല്ലിക്കൊല്ലും. എന്നാൽ നമ്മുടെ വീടിന്റെ മുൻപിൽ കൂടി ഒരു പാമ്പഴഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നേർച്ച നേരും. ആർക്ക് നേരും? ഗീവർഗീസ് സഹദായിക്ക് നേരും. എൻ്റെ ഗീവർഗീസ് സഹദായെ, ഒരു കൂട് മെഴുകുതിരി, ഒരു കുപ്പി എണ്ണ, പാമ്പ് അതിൻ്റെ വഴിയെ അങ്ങ് പോകും. നേർച്ച നേർന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിയിരുന്ന ഒരു തലമുറ, അവരുടെ പാതയുടെ വലിയ പ്രത്യേകതയായിരുന്നു അവരുടെ പാതയിലെ പൊതിച്ചോറുകൾ എന്ന് പറയുന്നത്. അവരുടെ ആരാധനയുടെ സൗകുമാര്യതയും അവരുടെ നോമ്പനുഷ്ഠാനങ്ങളും അവരുടെ നേർച്ച കാഴ്ചകളും അവരുടെ ദശാംശങ്ങളുമായിരുന്നുവെങ്കിൽ, പുരാതന പാതകളെ നോക്കി നല്ല പാത ഏതെന്ന് ചോദിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പുതിയ തലമുറ പുരാതന പാതകളുടെ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിയെ തുറക്കുവാൻ വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ്തൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് എവങ്കേലിയോസ്തൻ എഴുതിയ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധിയെ തുറക്കുക. ദൈവത്തിന്റെ വചനങ്ങളെ തിരിച്ചറിയുവാൻ, ആരാധനയെ അറിയുവാൻ, സഭയെ സ്നേഹിക്കുവാൻ, പ്രബോധനങ്ങളെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ബുദ്ധികളെ തുറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടിയ ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. അവരുടെ പാതകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അവരുടെ പ്രാർത്ഥനകളുടെ ഒരുക്കമല്ലായിരുന്നു.
വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലുടനീളം അനേകം പേരുടെ പ്രാർത്ഥനകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഇതേ ഇസ്രായേൽ ജനതയുടെ പാപ വിമോചനത്തിന്, അവരുടെ വിമോചനത്തിന്റെ നേതാവായി ജനങ്ങളുടെയും ദൈവത്തിന്റെയും നടുവിലുള്ള ഏക മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് ആ പ്രാർത്ഥന കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആ പ്രാർത്ഥനയ്ക്ക് അനേകം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അനേകം പ്രത്യേകതകളിൽ ഒന്ന്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീറിലിരുന്നു കൊണ്ടും പ്രാർത്ഥനയോടും യാചനകളോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. വെറുതെ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുകയല്ല, ആദ്യം ഒന്നൊരുങ്ങി. എപ്രകാരം ഒരുങ്ങി? ഉപവസിച്ചു. എന്താണ് ഉപവാസം എന്ന് പറയുന്നത്? ഉപവാസം എന്ന വാക്കിന് 2 അർത്ഥതലങ്ങൾ. ഒന്ന് ഫാസ്റ്റിംഗ്, രണ്ടാമത്തേത് അതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ് ഉപവാസം, ഉപവസിക്കുക. ഉപ എന്ന് പറഞ്ഞാൽ കൂടെ, കൂടെ വസിക്കുക. ആരുടെ കൂടെ? ദൈവത്തിൻ്റെ കൂടെ വസിക്കുക. ദൈവത്തിൻ്റെ കൂടെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് ദാനിയേൽ പ്രവാചകൻ തൻ്റെ ജനതയുടെ പാപങ്ങളെ എണ്ണി പറയുന്നതിന് മുൻപായി രട്ടെടുക്കുകയാണ്. എന്താണ് രട്ടെടുക്കുക? ഇംഗ്ലീഷ് ബൈബിളിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ നൽകിയിരിക്കുന്നത് വെയറിങ് സാക്ക് ക്ലോത്ത്സ് എന്നാണ്. ചണം കൊണ്ടുള്ള വസ്ത്രം. നമുക്കെപ്പോഴും ഏറ്റവും മാർദ്ദവമേറിയ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനാണ് ഇഷ്ടം. എന്നാൽ അവിടെ തൻ്റെ ജീവിതത്തിൻ്റെ ലൗകിക സുഖങ്ങളെ എല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയതയുടെ തലങ്ങളിലേക്ക് കടന്നു വരികയാണ് രട്ടെടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൻ്റെ സുഖങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ദൈവ സാന്നിധ്യത്തെ ഉപവാസത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ട് വെണ്ണീറിലിരിക്കുന്നു. എന്താണ് വെണ്ണീർ എന്ന് പറയുന്നത്? ടേൺ ഇൻടു ആഷസ്. നമ്മൾ പറയാറില്ലേ, വെന്തു വെണ്ണീറായി, ചാരമായി പോകുക, ഒന്നുമില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാപപങ്കിലമായ ജീവിതത്തിന്റെ അവസ്ഥകളെ വിശുദ്ധ കുമ്പസാരം പോലെ ദൈവ തിരുമുൻപാകെ ദാനിയേൽ പ്രവാചകൻ അവിടെ എണ്ണി എണ്ണി പറയുകയാണ്. എന്നിട്ട് വെണ്ണീറായി പോയ ആ ജീവിതത്തിൽ നിന്ന്, ചാരത്തിൽ നിന്ന് ഉയർത്തു വരുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്രയും കാര്യങ്ങൾ ഒരുക്കത്തോടെ ചെയ്തതിന് ശേഷമാണ് ദാനിയേലിന് തൻ്റെ പ്രാർത്ഥന കഴിക്കുവാനായി ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിക്കാൻ സാധിച്ചത്. എൻ്റെയും നിങ്ങളുടെയും ജീവിത പാതയിൽ ന്യായപ്രമാണത്തിന്റെ വിളക്കുമേന്തി ആരാധനയുടെ പൊതിച്ചോറുമായി പുരാതന പാതകളിലൂടെ നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കും സാധിക്കാറുണ്ടോ? ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുമ്പോൾ ദൈവ തേജസ്സിനെ ഹൃദയങ്ങളുടെ അന്തരീന്ദ്രിയങ്ങളിലേക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ ഒരുക്കത്തോടുകൂടി ആയിരിക്കണം. ഒരുക്കമുള്ള ഒരു ശരീരവും ഒരുക്കമുള്ള ഒരു മനസ്സും എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസ്ഥയോ, ഇന്ന് നമുക്കറിയാവുന്ന ഒരു മാസ്ക് ഉണ്ട്. എന്താണ് ആ മാസ്ക്? കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ അധികാരികൾ നമ്മളോട് പറഞ്ഞു, ഇതെടുത്ത് നിങ്ങൾ മുഖത്തണിഞ്ഞോളൂ, ഇത് മുഖത്തണിഞ്ഞാൽ നിങ്ങൾക്ക് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ ആ മാസ്ക് എടുത്ത് ധരിച്ചു. ഗബ്രിയേൽ ഒക്കാറ എന്ന ആംഗലേയ സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ കവിതകളിൽ മനുഷ്യൻ അണിയുന്ന മാസ്കുകളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അത് ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ അണിഞ്ഞ മാസ്കുകളല്ല, മറിച്ച് ചില അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളുടെ മുഖം മൂടികളുടെ ആവരണങ്ങളാണ്. ദൈനംദിന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മനുഷ്യരായ നാം ഓരോരുത്തരും നമ്മുടെ മുഖത്തെടുത്തണിയുന്ന ചില മുഖം മൂടികളെ കുറിച്ചാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു മുഖം, നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക്
മറ്റൊരു മുഖം. ദേവാലയത്തിലേക്ക് വരുമ്പോൾ വേറൊരു മുഖം. എത്രയോ പൊയ്മുഖങ്ങളുടെ തേർവാഴ്ചകളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ മുൻപോട്ട് നയിക്കുമ്പോഴും നമ്മൾ മനഃപൂർവ്വം മറന്നുപോകുന്ന ഒരു കാര്യമില്ലേ? അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവമായ കർത്താവിൻ്റെ തിരുമുൻപാകെയാണ് ഞാനും നിങ്ങളും ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നതെന്ന്. എൻ്റെ തലയിൽ നിന്നൊരു തലമുടി നാരെങ്കിലും കൊഴിയുന്നുണ്ട് എങ്കിൽ അതെൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുകയില്ല എന്ന ബോധ്യത്തെ മനഃപൂർവ്വം മനസ്സിൻ്റെ വിസ്മൃതിയിലേക്ക് മാറ്റപ്പെടുത്തുമ്പോഴല്ലേ ഇപ്രകാരമുള്ള പൊയ്മുഖങ്ങളെ അണിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്ന് ഈ പൊയ്മുഖങ്ങളെ നമ്മുടെ മുഖങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റുന്നുവോ? ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ ജീവശ്വാസത്തെ ഊതി നൽകി സുന്ദരമായ പറുദീസയുടെ അവകാശികളാക്കി എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ അനേകം താലന്തുകളെ തന്ന് ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ പൊയ്മുഖങ്ങളല്ല, ദൈവ സാന്നിധ്യം വിളമ്പുന്ന മുഖങ്ങളോടുകൂടി ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുവാൻ പുരാതന പാതകളുടെ ഊർജമായി ആ പ്രാർത്ഥനയെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായി, പുരാതന പാതകളിലൂടെ നടന്നവരുടെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലും പകലിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ നടന്ന പാതകളായിരുന്നു അത്. രാവിലും പകലിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ നടന്ന പാതകളായിരുന്നു അത്. അവരുടെ പാതയുടെ ബലമായിരുന്നു ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. വീണ്ടും വിശുദ്ധ സത്യവേദ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ, സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് എപ്പോഴാണ് ഒരാളിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയുന്നത്? നമ്മുടെ കൂടെ ആ ആളുണ്ട് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന തോന്നൽ, അതാണ് പ്രസൻസ് ഓഫ് ഗോഡ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവനായ ഒരു ദൈവം, എൻ്റെ കൂടെ നടക്കുന്നവനായ ഒരു ദൈവം, ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവീൻ. നമ്മുടെ വഴികൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നുവെങ്കിൽ നീ ഇതിൽ കൂടി നടക്കുവീൻ എന്ന ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്തതുപോലെ നമ്മുടെ വഴികൾ പലതായിട്ട് തിരിയുമ്പോൾ തിരിയാതെ യഥാർത്ഥ പാതയിലൂടെ നടക്കുവാൻ സദൃശ്യവാക്യങ്ങളിൽ പറയുകയാണ്, നിന്റെ പാതകളെ ഞാൻ നേരെയാക്കും. എപ്പോഴാണ്? ദൈവ സാന്നിധ്യം ബലമായി കൂടെ ഈ പുരാതന പാതകളിൽ ഉള്ളപ്പോൾ. നമ്മുടെ പിതാക്കന്മാരുടെ പാതകളിൽ, അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവരുടെ ബലമായി നിന്നത് ആ അദൃശ്യമായ ദൈവ സാന്നിധ്യമല്ലായിരുന്നു. ഇസ്രായേൽ ജനതയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലും നമുക്കിത് തന്നെ കാണാൻ സാധിക്കുന്നില്ലേ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണായും മന്നയും കാടപ്പക്ഷിയും പകർന്നു നൽകി യെരീഹോ കോട്ടയുടെ മതിലുകളെ തകർത്ത് 10 കൽപ്പനകളെ കൽപ്പലകകളിൽ എഴുതി നൽകി ചെങ്കടലിനെ ഭാഗിച്ച് പാലും തേനുമൊഴുകുന്ന കനാൻ ദേശത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിലേക്ക് ആ ജനതയെ ദൈവമായ കർത്താവ് വഴി നടത്തിയെങ്കിൽ കൂടെ ഇരുന്ന് വഴി നടത്തുന്നവനായ ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? എമ്മാവോസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്രയിലും കൂടെ ഇരുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിത പാതയിൽ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാറുണ്ടോ? നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തെ, അനേകരിലൂടെ ദൈവം നമ്മളിലേക്ക് തൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ വാഹകരായി നമ്മുടെ കൂടെ വരുന്നവരെ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? നമ്മുടെ സമസൃഷ്ടികളുടെ ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? യഥാർത്ഥമായ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ ദൈവ ശബ്ദത്തിനായി കാതോർക്കുന്ന ജനതയായി നമ്മുടെ ജനത മാറ്റപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
പിതാക്കന്മാർ സഞ്ചരിച്ച പുരാതന പാതകളിൽ അവരുടെ ജീവിതത്തിന് കരുത്തായി നിന്നതും ഈ ദൈവ സാന്നിധ്യമല്ലായിരുന്നോ? രാത്രിയുടെ യാമങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരാണ് പരിശുദ്ധ സഭയുടെ ചാലക ശക്തിയെങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടുകൂടി ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അപ്പന്മാരും അമ്മമാരുമാണ് ഓരോ കുടുംബത്തിന്റെയും ചാലക ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷാ വേളയുടെ അവസാന നാളുകളിൽ ഗോകുൽത്താ മലയുടെ മുകളിലേക്ക് മരക്കുരിശുമേറിപ്പോയപ്പോൾ തന്നെ നോക്കി കരഞ്ഞ യെരുശലേമിലെ സ്ത്രീകളോട് പറഞ്ഞതും ഇത് തന്നെയല്ലേ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ. തലമുറകൾക്ക് വേണ്ടി ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അപ്പന്മാരും അമ്മമാരും ആവുമ്പോൾ പുരാതന വഴികളെ പുതിയ തലമുറകൾക്ക് മുൻപിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്കും സാധിക്കും. ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ബലം നമുക്ക് കൈവരുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പാതയിലെ ബലമായിരുന്നു ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. അമേരിക്കയിലെ നാഷണൽ ആർട്ട് ഗാലറിയിൽ തോമസ് കോൾ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ചിത്രകാരൻ്റെ ഒരു പെയിന്റിംഗ് വെച്ചിട്ടുണ്ട്. 4 പെയിന്റിങ്ങുകൾ ചേർന്ന ഒരൊറ്റ കളക്ഷനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ദ വോയേജ് ഓഫ് ലൈഫ് എന്നാണ്, ജീവിത പ്രയാണം. 4 കാലഘട്ടങ്ങളെ ജീവിതത്തിൻ്റെ അവിടെ മനോഹരമായി വരച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാലഘട്ടമായി സൂചിപ്പിക്കുന്നത് ചൈൽഡ്ഹുഡ്, ബാല്യകാലം. അവിടെ നൽകിയിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു വലിയ മനോഹരമായ പർവ്വതം, അതിൻ്റെ താഴെ ഒരു ചെറിയ ഗുഹ, ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു അരുവി ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നു. ആ അരുവിയിലൂടെ മനോഹരമായ തടിയിൽ തീർത്ത ഒരു ബോട്ടിൽ ഒരു കുഞ്ഞ് ശിശു ആ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ യാത്ര തുടങ്ങുകയാണ്. അവൻ്റെ തൊട്ട് ചേർന്ന് അവൻ്റെ അരികിൽ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ ചിത്രം, ഒരു മാലാഖയുടെ ചിത്രവുമുണ്ട്. അതാണ് ചൈൽഡ്ഹുഡിൻ്റെ ചിത്രമായി അവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് യൂത്തിനെ കാണിക്കുന്ന ചിത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. യൂത്തിൻ്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ദൂരെയായി മാത്രമേ പർവ്വതം, അതിൽ നിന്നും അരുവിയിലൂടെ സഞ്ചരിച്ച് കുറേ വന്നു. ഈ ശിശു ഒരു വളർന്ന് വലുതായി ഒരു കുട്ടി, വലിയൊരു യുവാവായി മാറി. ആ യുവാവാണ് ആ ബോട്ട് ഇപ്പോൾ നിയന്ത്രിക്കുന്നതായി ആ ചിത്രത്തിൽ കാണുന്നു. ആ ചിത്രത്തിൽ ആ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ നദിയുടെ കരയിലാണ്. ചുറ്റുമുള്ള കാഴ്ചകളും മനോഹരമാണ്. മൂന്നാമത്തെ ചിത്രമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാൻഹുഡ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന മധ്യവയസ്സിന്റെ കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നദി കുറച്ചുകൂടി അതിൻ്റെ ഒരു രൗദ്രഭാവത്തിലേക്ക് വന്ന് നിറയെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ ബോട്ട് സഞ്ചരിക്കുന്നത് പോലെ കാണിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ ആടി ഉലയുന്ന ഈ ബോട്ടിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ ആ മാലാഖയുടെ സ്ഥാനം അങ്ങ് ദൂരെ ആകാശങ്ങളുടെ മുകളിൽ മേഘങ്ങൾക്കിടയിലായിട്ട് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഓൾഡ് ഏജ്, വാർദ്ധക്യത്തിൻ്റെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ചിത്രത്തിൽ അതുവരെ കണ്ട നദിയല്ല, ആദ്യമുണ്ടായിരുന്ന അരുവിയുമല്ല, ഏറ്റവും ഒടുവിലായി കാണിക്കുന്നത് ഒരു കടലാണ്, ശാന്തമായ ഒരു നടുക്കടൽ. ആ നടുക്കടലിൽ ഇതേ ബോട്ട് അതിൻ്റെ പല ഭാഗങ്ങളും തകർന്ന് പോയി കിടക്കുന്ന ഒരു ബോട്ടിൽ ഒരു പ്രായമായ മനുഷ്യൻ ഇരിക്കുകയാണ്. ആ മനുഷ്യൻ മേഘങ്ങൾക്കുള്ളിലിരിക്കുന്ന മാലാഖയുടെ മുഖത്തേക്ക് നോക്കുന്നതായിട്ടാണ് ആ ചിത്രം അവസാനിക്കുന്നത്. ദൈവ സാന്നിധ്യത്തെ വാർദ്ധക്യത്തിൽ മാത്രം തിരിച്ചറിയുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ജനനം മുതൽ കൂടെ നടക്കുന്നവനായ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു തലമുറയാണ് കാലഘട്ടത്തിന് ആവശ്യം. കൈവിരലുകൾക്കിടയിലൂടെ തലമുറകളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നമ്മൾ ജെൻസി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ ഒരു തലമുറയ്ക്ക് മുൻപിൽ
മകനെ മകളെ, നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൈവമാണ് നിന്റെയും ദൈവമെന്ന ബോധ്യത്തെ പകർന്നു കൊടുക്കണമെങ്കിൽ പുരാതന പാതകളെ അന്വേഷിക്കുന്നവരായി നമുക്ക് നമ്മുടെ തലമുറകളെ മാറ്റേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി പുരാതന പാതകളുടെ നാലാമത്തെ പ്രത്യേകത, പിതാക്കന്മാർ സഞ്ചരിച്ച വഴികളുടെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇടറി വീഴാതെ പാഴായി പോകാതെ യാത്ര ചെയ്തവർ നടന്ന പാതകളായിരുന്നു. ഇടറി വീഴാതെ പാഴായി പോകാതെ നടന്നവർ യാത്ര ചെയ്ത വഴികളായിരുന്നു അത്. യെരമ്യാ പ്രവാചകൻ പുരാതന വഴികളെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി. അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു. എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി. അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു. നമുക്ക് മുൻപിൽ ഈ ജീവിതയാത്രയിൽ ഇതുപോലെ ഇസ്രായേൽ ജനതയുടെ മരുഭൂയാത്ര പോലെ, കനാൻ ദേശത്തെത്തിക്കഴിഞ്ഞുള്ള അവരുടെ ജീവിത യാത്ര പോലെ അനേകം വഴികൾ നമുക്ക് മുൻപിൽ തെളിഞ്ഞു വന്നേക്കാം. ആ വഴികളിൽ അനേകർ നിന്ന് നമ്മളെ മാടി വിളിച്ചേക്കാം. അവരുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ, അവരുടെ മൂർത്തികൾക്ക് മുൻപിൽ ധൂപകലശവുമായി കടന്നു ചെല്ലാൻ ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ മിഥ്യാമൂർത്തികൾക്ക് മുൻപിൽ ധൂപം വീശിയവർ ഇടറി വീണതായി യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്. അവരോട് പറയുന്നു, പുരാതന പിതാക്കന്മാർ കാണിച്ചു തന്ന പാതകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കുവീൻ. അവിടെ നിരപ്പില്ലാത്ത വഴികളിലൂടെയല്ല സഞ്ചരിക്കേണ്ടത്, മറിച്ച് യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള പാതകളിലൂടെ സഞ്ചരിക്കണമെന്ന് യിരെമ്യാ പ്രവാചകൻ ഓർക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിച്ച പുരാതന പാതകളിൽ അവർ ഇടറി വീണിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയുടെയും നടുവിലും ഇടറി വീഴാതെ തന്റെ വഴികളെ നേരെയാക്കിക്കൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ലേ? യോശുവയെ പോലെ, കാലേബിനെ പോലെ മരുഭൂയാത്ര പൂർത്തിയാക്കുവാൻ, നമ്മുടെ ഈ ജീവിതയാത്രയും പൂർത്തിയാക്കുവാൻ നമുക്കും സാധിക്കണം. നമ്മുടെ നോമ്പും അനുഷ്ഠാനങ്ങളുടെ ആചരണങ്ങളിലും ഇപ്രകാരം സംഭവിക്കാറില്ലേ? പലപ്പോഴും ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇപ്രാവശ്യത്തെ നോമ്പ് എത്ര നന്നായിട്ട് നോക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ വചനങ്ങളൊക്കെ വായിച്ചു തുടങ്ങും. എന്നാൽ ഒരു 25 ദിവസം കഴിയുമ്പോഴും ഇതേ സ്പീഡിൽ നമ്മൾ ഓട്ടം തുടരുന്നുണ്ടോ? അതോ നമ്മുടെ പാതകളിൽ എവിടെയെങ്കിലും നമ്മൾ ചില മൂർത്തികൾക്ക് മുൻപിൽ ഇടറി വീണുവോ? ചില സാത്താന്യ വഴികളിലേക്ക് നമ്മുടെ ചിന്തകൾ മാറ്റപ്പെട്ടുവോ എന്ന് ചിന്തിക്കുക. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് പുരാതന പാതകളിലേക്ക് വരേണ്ടതുണ്ട്. മുൻപേ പോയ പിതാക്കന്മാർ അവരുടെ നമ്മുടെയൊക്കെ പാതകളിൽ ചൂണ്ട് പലകകളായി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെ പേടിക്കണം? ആ പിതാക്കന്മാർ നമുക്ക് മുൻപിൽ കാണിച്ചു തന്ന ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുക മാത്രമല്ലേ നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത്? നമ്മുടെ ഈ കോട്ടയം ഭദ്രാസനം ഇതുപോലെയുള്ള അനേകം പിതാക്കന്മാരുകൾ സമ്പൽ സമൃദ്ധമായതല്ലേ? പരിശുദ്ധനായ പാമ്പാടി തിരുമേനി, ഭാഗ്യസ്മരണാർഹനായ ഈവാനിയോസ് തിരുമേനി, പാറേട്ട് തിരുമേനി, കുറിച്ചി ബാവ, വാകത്താനം ബാവ, അനേകം പിതാക്കന്മാർ അവരുടെ പുരാതന പാതകളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിങ്കിലേക്കുള്ള വഴി നമുക്ക് മുൻപിൽ കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആ പുരാതന പാതകളിലൂടെ പരിശുദ്ധമായ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ സഞ്ചരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. അവിടെ ഇടയ്ക്ക് നിന്ന് നമ്മളെ മാടി വിളിക്കുവാൻ പലരും ഉണ്ടാകും. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ആദ്യ ഭാഗമാണ്. എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. പലപ്പോഴും വഴി നടത്തിയ ദൈവത്തെ മറന്നുകൊണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മളോട് പറയുമ്പോൾ അതിനെ കേട്ടുകൊണ്ട് അതിൻ്റെ പുറകെ ഒന്ന് പോയി എത്തി നോക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കാറില്ലേ?
ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് സ്പിരിച്വാലിറ്റിയുടെ കാലഘട്ടത്തിന്റെ നടുവിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നതും അത് തന്നെയല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചത് ഇപ്പോൾ നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്നത് അതാണോ? അല്ലല്ലോ. ഒരു ഇൻസ്റ്റന്റ് സ്പിരിച്വാലിറ്റിയും അല്ലല്ലോ. ദൈവത്തിങ്കിലേക്കുള്ള വഴികൾ അതികഠിനമാണ് എങ്കിലും ആ വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനകളും വ്യഥാവിലാകില്ല. അത് നമ്മുടെ തലമുറകളിലേക്ക് കൊടുക്കേണ്ട ഒരു ബോധ്യമാണ്. മകനെ, മകളെ, നിന്റെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ നീ ആവശ്യപ്പെടുന്ന കാര്യം നീ ആവശ്യപ്പെടുന്ന സമയത്ത് നടന്നില്ല എങ്കിലും നിനക്ക് എപ്പോഴാണോ ആവശ്യമുള്ളതെന്ന് ദൈവത്തിന് തോന്നുന്നു ആ സമയത്ത് നിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്നവനായ, ഉദ്ധിതനായ, എൻ്റെയും നിങ്ങളുടെയും കൂടെ ജീവിച്ചിരിക്കുന്നവനായ ഒരു ക്രിസ്തു ഉണ്ട് എന്ന ബോധ്യം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ പുരാതന പാതകളിലൂടെ പിതാക്കന്മാർ സഞ്ചരിച്ച വഴികളെ നമ്മുടെ പുതിയ തലമുറകൾക്ക് മുൻപിലേക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ ദൗത്യവും എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ധ്യാകാലം നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ പാതകളിൽ ഇടറി വീഴാതെ പാഴായി പോകാതെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ ബലമായി ദൈവ സാന്നിധ്യമുണ്ടാകണം. നമ്മുടെ കൂടെ പാഥേയമായി ആരാധനയും നോമ്പനുഷ്ഠാനങ്ങളും നേർച്ച കാഴ്ചകളും ഉണ്ടാവണം. നമ്മുടെ പാതകളുടെ വിളക്കായി വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ തിരുവചനങ്ങളെ ന്യായപ്രമാണങ്ങളും ഉണ്ടാകണം. അപ്രകാരം യാത്ര ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും യാത്രകൾ അനുഗ്രഹിക്കപ്പെട്ട അർത്ഥപൂർണമായ ജീവിത യാത്രകളായി പര്യവസാനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായി നോമ്പും അതിനിടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന ആംഗലേയ സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വരികളുണ്ട്. 2 roads diverged in wood and I took the one less traveled by and that has made all the difference. വിജനമായ വനത്തിലൂടെയുള്ള 2 പാതകൾ. ഒരിടത്ത് ചെന്നപ്പോൾ ആ പാത 2ആയി മാറി. ഞാൻ അവിടെ തിരഞ്ഞെടുത്തത് ദ റോഡ് ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. എല്ലാവരും സഞ്ചരിക്കുന്ന വഴികളല്ല, സഞ്ചരിച്ച് വിജയിച്ച യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന പിതാക്കന്മാർ സഞ്ചരിച്ച വഴികൾ എപ്പോഴും ദ റോഡ് ലെസ് ട്രാവൽഡ് ആയിരിക്കും. ആ വഴികളിലൂടെ സഞ്ചരിച്ച് ധന്യമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗരഭ്യത്തെ കണ്ടുകൊണ്ട് ഈ സമൂഹം നഥാനിയേലിനെ കുറിച്ച് നൽകിയ ഒരു സാക്ഷ്യമുണ്ട്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ കുടുംബ ജീവിതത്തിൻ്റെ സൗകുമാര്യതയെ കണ്ടുകൊണ്ട് ഈ സമൂഹം നമ്മളെ നോക്കി പറയട്ടെ, ഇവൻ സാക്ഷാൽ സത്യക്രിസ്ത്യാനി, ഇവനിൽ കപടമില്ല. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി, അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി, പുരാതന പാതകളിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു കുടുംബമായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറ്റപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.